ഇന്നത്തേത് ഞങ്ങളുടെ ഇത്തവണത്തെ ആദ്യ ഓണപ്പൂക്കളം കാണാൻ പോയ കഥയാണ്. അതെ, വെറും ഒരു പൂക്കളമല്ല, ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പൂക്കളം. അങ്ങനെ രാവിലെ തന്നെ ചിന്നു പൂക്കളം കാണാനുള്ള ഒരുക്കത്തിലാണ്. എനിക്ക് പിന്നെ പണ്ടേ ഒരുങ്ങി നടക്കുന്നത് ശീലമില്ലാത്തതുകൊണ്ട് കയ്യിൽ കിട്ടിയ ഒരു നല്ല കുപ്പായവും ഇട്ട് നേരെ പൂക്കളം കാണാനുള്ള യാത്ര ആരംഭിച്ചു. പിന്നെ ഇത്തവണത്തെ ഞങ്ങളുടെ ആദ്യ ഓണക്കോടി എങ്ങനെയുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ചിന്നുവിന്റെ കുറച്ച് പഴയകാല ഓണക്കഥകളും കേട്ട് പഞ്ചന്റെ ചക്രം കറക്കിയപ്പോഴത്തേക്കും ഞങ്ങൾ സ്ഥലത്തെത്തി. നമ്മുടെ കൊച്ചിക്കാരുടെ സ്വന്തം ഫോറം മോളിൽ. ഇവിടെയാണ് തൊടുപുഴ മഹാറാണി സിൽക്സ് ഒരുക്കിയിരിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ആ പൂക്കളമുള്ളത്. അകത്തേക്ക് കയറുന്നതുവരെ ഞങ്ങൾ കരുതിയത് ഒരു പൂക്കളം കാണാൻ എന്തിനാണ് ബായി ഇത്രയും ഹൈപ്പ് എന്നായിരുന്നു. പക്ഷെ അകത്ത് കയറി ആ കാഴ്ച കണ്ടപ്പോൾ ഞങ്ങൾ ശരിക്കും ഞെട്ടി എന്ന് തന്നെ പറയാം. ഏകദേശം 2000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഒന്നാം തരം പൂക്കളം, 5000-ലധികം നിറങ്ങളിലുള്ള 2100-ലധികം സാരികൾ ഉപയോഗിച്ച് ഒരുക്കിയിരിക്കുന്ന ഒരു മഹാറാണി സാരി പൂക്കളം. പൂക്കൾ ഉപയോഗിക്കാതെ പട്ടുസാരികൾ മാത്രം ഉപയോഗിച്ച് ഒരു ഓണപ്പൂക്കളം ഒരുക്കുന്നത് ലോകത്ത് ആദ്യമായിട്ടായിരിക്കും അല്ലേ എന്ന എന്റെ ചോദ്യത്തിന് മറുപടിയായി കിട്ടിയത് അതെ എന്ന ഉത്തരം മാത്രമായിരുന്നില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സാരി പൂക്കളത്തിനുള്ള വേൾഡ് റെക്കോർഡും മഹാറാണി സ്വന്തമാക്കിയിരിക്കുന്നു. പിന്നെ മഹാറാണിയിലെ പരിപാടിക്ക് വന്നാൽ അവിടുത്തെ യഥാർത്ഥ മഹാറാണിയെ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. ആരാണ് ആ മഹാറാണി എന്ന് ഞാൻ എടുത്തു പറയണ്ടല്ലോ, നമ്മുടെ സ്വന്തം നിത്യ. അങ്ങനെ കക്ഷിയും കണ്ട് കൂടെ ഒരു ഫോട്ടോയും എടുത്ത് അല്പനേരം സ്വന്തം ഭാര്യയെ തന്നെ വായി നോക്കി നിന്നിട്ട് ഒരു കുഞ്ഞ് ആശംസാ പ്രസംഗവും നടത്തി ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. അപ്പോൾ ഈ ഒരു മഹാത്ഭുതത്തിന്റെ പുറകിൽ പ്രവർത്തിച്ച മഹാറാണിയിലെ എല്ലാ സ്റ്റാഫുകൾക്കും, ശ്രീ ഡാവഞ്ചി സുരേഷേട്ടനും പിന്നെ ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച റിയാസിക്കും 1000 ആശംസകൾ. അപ്പോൾ അടുത്ത കഥകളുമായി ഉടനെ തന്നെ വരാം. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കൂടെ വിമർശനങ്ങളും. അപ്പോൾ എന്നാൽ അങ്ങനെ ആകട്ടെ.